നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ആര്യ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫസ്റ്റ് ട്രൈമസ്റ്റർ കമ്പൈൻഡ് സ്ക്രീനിങ്ങിനെ പറ്റിയിട്ടാണ്. അതായത് പ്രധാനമായിട്ടും ജനിതക വൈകല്യങ്ങളുള്ള കുഞ്ഞിനെയാണോ നിങ്ങൾ ഗർഭം ധരിച്ചിരിക്കുന്നത് എന്ന് അറിയുന്നതിനുള്ള ഒരു സ്ക്രീനിങ് മൊഡാലിറ്റിയാണ് ഇത്. ഈ സ്ക്രീനിങ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് 11ാമത്തെ ആഴ്ച മുതൽ 13+6 ആഴ്ചകൾക്ക് ഉള്ളിലാണ്. 14 ആഴ്ചകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ക്രീനിങ് നമ്മൾ അഡ്വൈസ് ചെയ്യാറില്ല. പിന്നെ ഇതിന്റെ ഒരു ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു 2500 രൂപയുടെ അടുത്തായിട്ടാണ്. അപ്പൊ ഈ സ്ക്രീനിങ്ങിൽ നമ്മൾ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് നോക്കുന്നത്. ഒന്ന്, ഗർഭവതിയായിരിക്കുന്ന സ്ത്രീയുടെ വയസ്സ്, ഏജ്. മറ്റൊന്ന് NT-NB സ്കാൻ അല്ലെങ്കിൽ ഏർലി അനോമലി സ്കാൻ എന്ന് പറയുന്ന ഒരു അൾട്രാസൗണ്ട് ഇൻവെസ്റ്റിഗേഷൻ. അതിന്റെ കൂടെ മദറിന്റെ ഒരു ബ്ലഡ് ടെസ്റ്റ് ആണ്, അതിനെ ഡ്യുവൽ മാർക്കർ എന്നാണ് വിളിക്കുന്നത്. ഈ ഒരു 3 കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ ഗർഭം ധരിച്ചിരിക്കുന്ന കുഞ്ഞിന് ക്രോമസോമൽ അബ്നോർമാലിറ്റീസ്, അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഡൗൺ സിൻഡ്രോം, എഡ്വേർഡ് സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് ബുദ്ധിമാന്യമുള്ള കുഞ്ഞുങ്ങള്, ഹാർട്ടിന് ഡിസീസ് ഉള്ള കുഞ്ഞുങ്ങള്, പല അവയവങ്ങളിലും വൈകല്യമുള്ള കുഞ്ഞാണോ എന്ന് നമുക്ക് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിന്റെ റിസൾട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 രീതിയിലാണ്. ഒന്ന്, നിങ്ങൾ ഹൈ റിസ്ക് ആയിട്ടുള്ള ഒരു മദർ ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിസ്ക് വളരെ കുറവ്, ലോ റിസ്ക് ആയിട്ടുള്ള പ്രഗ്നൻസീസ് ആണോ, അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള റിസ്ക്. അപ്പോൾ നമ്മളുടെ റെക്കമെൻഡേഷൻസ് അനുസരിച്ചിട്ട് എല്ലാ പ്രഗ്നന്റ് വുമണിനും അവരുടെ വയസ്സ് എന്താണ് അല്ലെങ്കിൽ എത്രാമത്തെ പ്രഗ്നൻസി ആണ് എന്നൊന്നും നോക്കാതെ എല്ലാവർക്കും അഡ്വൈസ് ചെയ്യേണ്ട ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണിത്. നിങ്ങൾക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നിങ്ങളിത് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ടെസ്റ്റുകൾ നടത്തി കഴിഞ്ഞിട്ട് ഇതിന്റെ ലോ റിസ്ക് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. റൊട്ടീൻ ആയിട്ടുള്ള സ്ക്രീനിങ്, അതായത് നെക്സ്റ്റ് നിങ്ങളുടെ സ്കാൻ വരുന്നത് 20ാമത്തെ വീക്കിലുള്ള അനോമലി സ്കാൻ ആണ്. അതിനു മുന്നേ നിങ്ങൾക്ക് ഹൈ റിസ്ക് ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടർ മറ്റുള്ള ഇൻവെസ്റ്റിഗേഷൻസ്, അതായത് കുറച്ചുകൂടെ ഇൻവേസീവ് ആയിട്ടുള്ള ഡയഗ്നോസ് ചെയ്യാനായിട്ട്, ആ ഒരു കണ്ടീഷൻ നിങ്ങൾ കുഞ്ഞിന് ജനിതക വൈകല്യം ഉണ്ടോ എന്ന് ഡയഗ്നോസ് ചെയ്യാനായിട്ട് അമ്നിയോട്ടിക് സെൻറ്റസിസോ അല്ലെങ്കിൽ കോറിയോണിക് വില്ലസ് സാമ്പിളിംഗ്, അതായത് മെയിൻ ആയിട്ട് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ കുഞ്ഞാണെന്നെങ്കിൽ കുഞ്ഞിന് ചുറ്റുമുള്ള ഒരു അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഉണ്ടാവും. അതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടും ആ കുഞ്ഞിന്റെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ആസ്പിറേറ്റ് ചെയ്തെടുത്തിട്ട് അതിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കും. ആ ടെസ്റ്റിൽ നമുക്കൊരു ക്ലിയർ കട്ട് ഡയഗ്നോസിസ് കിട്ടും. അങ്ങനെ ജനിതക വൈകല്യമുള്ള ഒരു കുഞ്ഞാണെങ്കിൽ അത് അതിന്റെ പാരന്റ്സിന്റെ ഡിസിഷനാണ് എന്താണ് ചെയ്യേണ്ടത്. മിക്കവാറും ആൾക്കാർ അബോർഷന് വേണ്ടിയിട്ടാണ് ഓപ്റ്റ് ചെയ്യുക. അപ്പൊ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ഡൗൺ സിൻഡ്രോം ഉള്ള കുഞ്ഞാണെന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ടൈം നിങ്ങൾ കൺസീവ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നോർമൽ പോപ്പുലേഷൻ എന്തുമാത്രം റിസ്ക് ആണോ ഉള്ളത്, അതായത് നിങ്ങളുടെ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള അതേ റിസ്ക് തന്നെയാണ്. അതായത് നെക്സ്റ്റ് പ്രഗ്നൻസി യു ക്യാൻ ഹാവ് എ നോർമൽ ഹെൽത്തി ബേബി. സോ അതല്ല ഇന്റർമീഡിയറ്റ് റിസ്ക് ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോൺ ഇൻവേസീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ചൂസ് ചെയ്യുക. അതായത് NIPT പോലുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ചൂസ് ചെയ്യുകയും മദറിന്റെ ബ്ലഡിൽ നിന്ന് തന്നെ ബേബിയുടെ DNAs ഐസൊലേറ്റ് ചെയ്തെടുത്തിട്ട് ആ റിസ്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇത് കൂടാണ്ട് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഇതേ 3 ഇൻവെസ്റ്റിഗേഷൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് പ്രീ എക്ലാംസിയുടെ റിസ്ക്, അതായത് പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ചില ആൾക്കാർക്ക് വളരെയധികം BP കൂടുകയും അവർക്ക് സീഷറുകളും കാര്യങ്ങളും വരിക, ബോഡി മൊത്തവും സ്വെല്ലിങ് വരിക, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ വരാനായിട്ട് ഉള്ള റിസ്ക് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് ഈ ഇൻവെസ്റ്റിഗേഷൻസ് വെച്ച് സാധിക്കുകയും അവർക്കുള്ള മെഡിസിൻസ്, അതായത് പ്രിവെന്റ് ചെയ്യാനുള്ള മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യുകയും അങ്ങനെയുള്ള ഒരുപാട് കോംപ്ലിക്കേഷൻസിലേക്ക് ആ പ്രഗ്നൻസി കൊണ്ടുപോകാതിരിക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാനും പറ്റും. ഇത് കൂടാതെ നമ്മൾ ഡേറ്റിംഗ് സ്കാൻ നിങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡെലിവറിയുടെ സമയം തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങൾ എത്ര കുഞ്ഞുങ്ങളെയാണ് കൺസീവ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ടും, മറുപിള്ള എന്ന് പറയുന്ന പ്ലാസെന്റ എന്ന് പറയുന്ന കുഞ്ഞിനോടൊപ്പം തന്നെ കുഞ്ഞിന് ന്യൂട്രീഷൻ കൊടുക്കുന്ന ഒരു പാർട്ടാണ്, അതിനെന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടോ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടും ഈ ടെസ്റ്റ് വളരെയധികം സഹായകമാണ്. എപ്പോഴും പ്രഗ്നൻസി ഹെൽത്തി ആയിട്ടിരിക്കാനും അതിന്റെ ബെസ്റ്റ് ഔട്ട്കം നിങ്ങൾക്ക് കിട്ടാനും ഈ ടെസ്റ്റ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. താങ്ക് യു.